എൻ്റെ പേര് എം ജോൺ. എൻ്റെ പ്രവാസ ജീവിത കാലത്തെ ആത്മീയ ജീവിതത്തെപ്പറ്റിയും എൻ്റെ അനുഭവങ്ങളെപ്പറ്റിയും നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് അവസരം തന്ന വേർഡ് ടു വേൾഡ് ടെലിവിഷൻ ചുമതലക്കാരോടും അവതാരകരോടും പ്രേക്ഷകരോടും എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ വള്ളംകളിയുടെ നാടായ ആറന്മുള എന്ന കൊച്ചു ഗ്രാമത്തിലാവുന്നു. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഉപജീവന മാർഗത്തിനായി ഞാൻ ഇന്ത്യയിൽ തന്നെയുള്ള ഗുജറാത്ത് എന്ന സംസ്ഥാനത്ത് അഹമ്മദാബാദ് എന്ന സ്ഥലത്ത് ജോലി തേടി പോവുകയും 5 വർഷക്കാലം ഞാൻ അവിടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ആ കാലത്ത് എൻ്റെ ഉന്നത വിദ്യാഭ്യാസവും തൊഴിലിനോടനുബന്ധിച്ച് നടത്തുകയുണ്ടായി. ആ കാലത്ത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്ന അനേകരുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആഗ്രഹപ്രകാരം ഞാനും 1979 മാർച്ച് 1-ാം തീയതി പവിഴദ്വീപായ ബഹറിലേക്ക് യാത്രയായി. 1979 മാർച്ച് മുതൽ 2014 നവംബർ വരെ ബഹറിൻ എന്ന ദേശത്ത് ഞാൻ തൊഴിൽ ചെയ്ത് ജീവിച്ചു. അന്നത്തെ സാഹചര്യങ്ങൾ ഇപ്പോഴത്തെ പോലെ ആയിരുന്നില്ല. ജീവിക്കുവാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഇപ്പോഴത്തെ പ്രവാസ ജീവിതത്തിൽ എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷേ ഇപ്പോൾ കേൾക്കുന്നവർക്ക് അതിശയം തോന്നാം. ഞാൻ ചെല്ലുന്ന കാലത്ത് AC പോലും സുലഭമായിരുന്നില്ല. അവിടുത്തെ കാലാവസ്ഥയിൽ AC ഇല്ലാതെ ജീവിക്കുന്നതൊക്കെ ദുഷ്കരമായിരുന്നു. അപൂർവമായി മാത്രം AC നിലവിലുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററായിട്ടാണ്. ഞാൻ പറയട്ടെ, ഞാൻ മലങ്കര സിറിയൻ മാർത്തോമ സഭ അംഗമാകുന്നു. 1979 മുതൽ ഞാൻ ബഹറിൽ കടന്നു ചെന്നപ്പോൾ അവിടുത്തെ ബഹറിൻ മാർത്തോമ ഇടവകയുമായി ബന്ധപ്പെട്ട് ആരാധനയിൽ പങ്കെടുത്ത് എൻ്റെ തൊഴിൽ ചെയ്തു പോന്നു. ആദ്യ കാലഘട്ടങ്ങളിലൊന്നും സജീവമായി ഇടവകയുടെ കാര്യത്തിൽ ഇടപെടുവാനായിട്ട് സാധ്യമായിരുന്നില്ല. കാരണം ജോലി സമയമൊക്കെ വളരെ കൂടുതലായിരുന്നു. എന്നാൽ ആരാധനയിൽ സ്ഥിരമായി പങ്കെടുക്കുമായിരുന്നു. 2000 വർഷത്തിന് ശേഷം സജീവമായി ഇടവകയുടെ കാര്യങ്ങൾ ഇടപെടുവാനും ഇടവകയുടെ ആത്മീയ കൂട്ടായ്മകളിൽ സ്ഥിരമായി പങ്കെടുക്കുവാനും എനിക്ക് സാധിച്ചു. നാട്ടിലെ പോലെ തന്നെ ബഹറിൻ മാർത്തോമ ഇടവകയിലും എല്ലാ സംഘടനകളും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. യുവജന സഖ്യം, സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ഇടവക മിഷൻ, സൺഡേ സ്കൂൾ, കൊയർ എന്നിങ്ങനെയുള്ള എല്ലാ സംഘടനകളും അവിടെയുണ്ട്. അവിടുത്തെ ഇടവക മിഷനിൽ സജീവമായി പ്രവർത്തിച്ചു. ബഹറിൻ മാർത്തോമ ഇടവകയെപ്പറ്റി ഒരു വാക്ക് പറയുകയാണെങ്കിൽ ആ കാലത്ത് ഏകദേശം 1000-ഓളം യൂണിറ്റുള്ള ഒരു ഇടവകയായിരുന്നു. ആ ഇടവകയിൽ ഏതാണ്ട് 24 പ്രാർത്ഥനാ കൂട്ടങ്ങളുണ്ടായിരുന്നു. ആദ്യമായി ഞാൻ സജീവ സേവനത്തിൽ ഇറങ്ങുന്നത് ഒരു പ്രാർത്ഥനാ കൂട്ടത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി എന്നുള്ള ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ്. 3 വർഷക്കാലം ഞാൻ ആ ശുശ്രൂഷ ചെയ്യുകയുണ്ടായി. ആയതിനു ശേഷം ഞാൻ ഇടവകയുടെ ആത്മായ ശുശ്രൂഷനായി 2 വർഷം സേവനം ചെയ്തു.
ഈ സമയങ്ങളെല്ലാം ഇടവകയുടെ എല്ലാ പരിപാടികളിലും സ്ഥിരമായി പങ്കെടുക്കുമായിരുന്നു. ആയതിനുശേഷം VBSൻ്റെ കൺവീനറായിട്ടും ഇടവക മിഷൻ്റെ സെക്രട്ടറി ആയിട്ടും ഒക്കെ സേവനം ചെയ്തു. തുടർന്ന് 2 ടേംസിൽ ഇടവകയുടെ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്യുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ആ കാലത്ത് ഓർമ്മിക്കുവാനായിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യം, ബഹ്റൈൻ ഇടവകയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഒരു ആരാധനാലയം ഉണ്ടായിരുന്നില്ല. NEC എന്ന സംഘടനകളിലായിരുന്നു ഞങ്ങൾ ആരാധിച്ചു പോന്നിരുന്നത്. എന്നാൽ 2010-11 കാലഘട്ടത്തിൽ ഇടവകയ്ക്ക് വേണ്ടി സ്വന്തമായി ഒരു ആരാധന ആലയം പണിയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി എല്ലാവരും വളരെ കൂട്ടായി പ്രവർത്തിക്കുകയും ആരാധനാലയത്തിന് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തുകയും ആ സ്ഥലത്ത് ബഹ്റൈൻ ഇടവകയ്ക്ക് വേണ്ടി ഒരു ആരാധനാലയം പണിയുവാനും സാധിച്ചു. ആ സമയത്ത് ഞാൻ ഇടവകയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയായിരുന്നു. ഈ പ്രവർത്തനത്തിൽ സജീവമായ പങ്കാളിത്തം എനിക്ക് ലഭിച്ചു. അങ്ങനെ ഇപ്പോൾ മനോഹരമായൊരു ആരാധനാലയം ബഹ്റൈൻ മാർത്തോമാ ഇടവകയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. അതിനുശേഷം 1 വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ ഇടവകയുടെ സെക്രട്ടറിയായി സേവനം ചെയ്തു. അങ്ങനെ ബഹ്റൈനിലായിരുന്നപ്പോൾ പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുള്ളത്, ഗൾഫ് യുദ്ധം നടക്കുന്നത് ആ സമയത്തായിരുന്നു. അനേകം പ്രവാസികൾ ആ യുദ്ധസമയത്ത് തങ്ങളുടെ ജോലിസ്ഥലമൊക്കെ വിട്ട് തിരികെ നാട്ടിലേക്ക് കടന്നുപോയി. എന്നാൽ ഞാൻ തിരികെ പോകുന്നില്ല. കാരണം ഒരു തൊഴിൽ നഷ്ടപ്പെട്ടാൽ വീണ്ടും ലഭിക്കുക എന്നുള്ളത് വളരെ പ്രയാസമായിരുന്നു. ആയതുകൊണ്ട് ഞാൻ ആ സ്ഥലത്തു നിന്ന് തിരികെ നാട്ടിലേക്ക് പോകുന്നില്ല. ഞാൻ അവിടെ തുടർന്നു. അങ്ങനെ ഒരു പ്രത്യേക അനുഭവമുണ്ട്. യുദ്ധമൊക്കെ നേരിൽ കാണുവാനായിട്ടുള്ള അവസരം ആ സമയത്തുണ്ടായി. ആദ്യത്തെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ആ ഉത്കണ്ഠയൊക്കെ മാറി സാധാരണ ജീവിതം നയിക്കുവാനും സാധിച്ചു. അങ്ങനെ 2014 നവംബർ വരെ ഞാൻ ബഹ്റൈൻ പ്രവാസിയായി ബഹ്റൈനിൽ പ്രവർത്തിച്ചു. ആ സമയത്ത് അനുപതരമായ ദൈവകൃപ എൻ്റെ ജീവിതത്തിൽ വ്യാപരിച്ചു. ഈ കാലഘട്ടത്തിൽ എനിക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും വിവാഹ ജീവിതത്തിന് ശേഷം കുടുംബത്തോടൊന്ന് കുറച്ചു കാലം ബഹ്റൈനിൽ ജീവിക്കുവാനൊക്കെയുള്ള സാധ്യതയുണ്ടായി. എൻ്റെ വിവാഹ ജീവിതത്തിലെ 3 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി നൽകി. ഇവരെ പോറ്റി പുലർത്തുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം നൽകിത്തന്നു. അതിനുശേഷം ഞാൻ 2014 നാടിൻ്റെ ഭാഗത്തേക്ക് നടന്നു വന്നതിന് ശേഷം എൻ്റെ മാതൃക ഇടവകയായ ആറന്മുള സെൻറ്റ് തോമസ് മാർത്തോമാ ഇടവകയിൽ ഉള്ള എല്ലാ കൂട്ടായ്മകളിലും പങ്കെടുക്കുവാനായിട്ട് തുടർന്നു. ആ സമയത്ത് ഇടവകയുടെ പല ചുമതലകളും വഹിക്കുവാനായിട്ട് ദൈവം എന്നെ ഉപയോഗിച്ചു എന്ന് പറയാം. ഇടവകയുടെ പാരീഷ് സെക്രട്ടറിയായി 2016-17 കാലഘട്ടത്തിൽ സേവനം ചെയ്തു. അതിനുശേഷം 2017 മുതൽ 2020 വരെ ഇടവകയുടെ ട്രസ്റ്റിയായും സേവനം ചെയ്യുകയുണ്ടായി. ഇതിനുള്ളിൽ തന്നെ ഇടവക മിഷൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. മാർത്തോമാ സഭയുടെ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ഇടയാറന്മുള സെൻറ്ററിൻ്റെ ട്രഷററായി 3 വർഷം പ്രവർത്തിപ്പാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം 1 വർഷം സെക്രട്ടറിയായും സേവനം ചെയ്യുകയുണ്ടായി. ഇതിനുള്ളിൽ തന്നെ ഞങ്ങളുടെ ബഹ്റൈൻ പ്രവാസികളുടെ ഒരു ഹോംലാൻഡ് ഫെലോഷിപ്പ് കേരളത്തിൽ രൂപീകരിക്കുകയുണ്ടായി. അതിൻ്റെ ട്രഷററായി 3 വർഷവും കൂടാതെ സെക്രട്ടറിയായിട്ട് 1 വർഷവും സേവനം ചെയ്യുവാനുള്ള അവസരം ദൈവം നൽകിത്തന്നു. ധർമ്മഗിരി മന്ദിരത്തിൻ്റെ അഡ്വൈസറി ബോർഡ് മെമ്പറായും ഇപ്പോൾ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇടയാറന്മുള ബ്രാഞ്ചിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായും നിലവിൽ സെക്രട്ടറിയായും ശുശ്രൂഷ ചെയ്തു വരുന്നു. ഈ കാലഘട്ടങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ അനുവരതമായ കൃപ എൻ്റെ ജീവിതത്തിൽ ലഭിച്ചു. ദൈവം എനിക്ക് നല്ലവനും വല്ലഭനുമാണ് എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ പറയുവാൻ തക്കവണ്ണം എന്നെ ദൈവം ശക്തനാക്കിക്കൊണ്ടേയിരിക്കുന്നു.
ആ ദൈവത്തിൻ്റെ മഹത്വം തുടർന്നും ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ച സമർപ്പിക്കുന്നു. ഇപ്പോഴും ആറന്മുള സെൻറ് തോമസ് മാർത്തമ ഇടവകയുടെ ട്രഷററായി സേവനം ചെയ്യുന്നു. തുടർന്നുള്ള നാളുകളും ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രവാസ ജീവിതകാലത്ത് മറ്റൊരു മറക്കാനാവാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. ബഹ്റൈൻ മാർത്തമ ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ 2005 മാർച്ച് മാസം 31 50 പേർ അടങ്ങുന്ന ഒരു തീർത്ഥാടക സംഘം എൻ്റെ കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തു ജനിച്ച് 33 വർഷക്കാലം ജീവിച്ച ഇസ്രായേൽ എന്ന പുണ്യഭൂമി സന്ദർശിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ ബഹ്റിൽ നിന്നും ജോർദാനിലെത്തി അവിടെ നിന്നും അലൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിച്ചു. അവിടെ നിന്നും ടൂറിസ്റ്റ് ബസ്സിൽ യേശുക്രിസ്തു ജനിച്ചു വളർന്ന് ശുശ്രൂഷ ചെയ്ത പല സ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. ആദ്യമായി സന്ദർശിച്ചത് കുമ്രാൻ എന്ന പുരാതന നഗരമായ മലമ്പ്രദേശമാണ്. അവിടെയുള്ള ഗുഹയിൽ നിന്നാണ് പുതിയ നിയമത്തിലെ കയ്യെഴുത്ത് പ്രതികൾ കണ്ടെടുത്തതെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ലോകത്തിലെ ഏറ്റവും പുരാതന നഗരമായ എരിഹോയിലേക്ക് പോവുകയും തുടർന്ന് നല്ല ശമരിയക്കാരൻ്റെ സംഭവം നടന്ന വഴിയിൽ കൂടി സഞ്ചരിച്ച് യെരുശലേമിലേക്ക് പോവുകയും ചെയ്തു. യെരുശലേമിൽ ആദ്യ സന്ദർശനം ഗത്സമനത്തോട്ടം കാണുകയും യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ ഓർക്കുവാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറക്കാനാവാത്ത ഒരു അനുഭവം. അതേ തുടർന്ന് യേശുക്രിസ്തുവിൻ്റെ കാൽപാദം പതിഞ്ഞ് പാറയുള്ള ഒലിവ് മല സന്ദർശിച്ചു. ഇവിടെ നിന്നാണ് ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. യെരുശലേം ദേവാലയത്തിൻ്റെ ഭാഗമായ വിലാവ് മതിൽ സന്ദർശിച്ചത് പ്രത്യേക അനുഭവമായിരുന്നു. പിറ്റേ ദിവസം ജെറുസലേമിലുള്ള സെൻറ്റ് ജോർജ് കാത്തഡ്രലിൽ ബഹുമാനപ്പെട്ട മാത്യു സ്റ്റാൻലി അച്ഛൻ്റെ കാർമ്മികത്തിൽ വിശുദ്ധ കുർബാന ശുശ്രൂഷ നടത്തുകയും അന്നത്തെ ശുശ്രൂഷയിൽ ആത്മായ ശുശ്രൂഷനായി ശുശ്രൂഷ ചെയ്യുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിൻ്റെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമായിരുന്നു ഗൾഫ് യുദ്ധം. ഗൾഫ് യുദ്ധങ്ങൾ പലതും നടന്നിരുന്നു. ഇറാൻ ഇറാഖ് യുദ്ധമുണ്ടായി. അതിനുശേഷം കുവൈറ്റ് വാർ, സഖ്യകക്ഷികളുമായി കുവൈറ്റ് വാർ ഉണ്ടായി. ആ സമയത്ത് അനവരതമായ ദൈവകൃപ ലഭിച്ചു എന്ന് പറയുന്നതിന് യാതൊരു സംശയമില്ല. കാരണം ആദ്യമായിട്ടാവുന്നു ഒരു യുദ്ധം നേരിൽ കാണുക എന്ന് പറയുന്നത് ടെലിവിഷനിൽ കൂടി കാണുക എന്നുള്ളതായിരുന്നു. യുദ്ധക്കെടുതികൾ നിരന്തരം ശ്രവിച്ചുകൊണ്ടിരുന്നു. വളരെ ഉത്കണ്ഠ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കൂടിയാവുന്നു ഞങ്ങൾ അവിടെ കടന്നുപോയിരുന്നത്. ബഹ്റിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ ഏത് മുഖേനയിൽ നാട്ടിൽ എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോരുന്ന ഒരു അനുഭവമായിരുന്നു. കാരണം നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ആ കാലത്ത് ദൈവത്തിൻ്റെ ആ കരുതൽ ഞാൻ അനുഭവിച്ചറിഞ്ഞു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ബഹ്റിനെ സംബന്ധിച്ചിടത്തോളം ബഹ്റിലേക്ക് ഇറാഖിൽ നിന്ന് പല സമയങ്ങൾ മിസൈൽ വന്ന് പതിക്കുകയും ജനങ്ങൾ പരിഭ്രാന്തരായി അവിടെ കഴിയുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സമയമൊക്കെയും ദൈവത്തിൻ്റെ അതിശയകരങ്ങൾ ഞങ്ങളെ വഹിച്ചു, അവിടെ ഉണ്ടായിരുന്നവരെ വഹിച്ചു. എൻ്റെ ബന്ധുമിത്രാദികളിൽ മിക്കവരും തിരികെ നാട്ടിലേക്ക് കടന്നുപോയി. എനിക്ക് പോരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, തിക്തമായ അനുഭവങ്ങൾ, നാട്ടിൽ തിരികെ വന്നാൽ ഒരു തൊഴിൽ ലഭിക്കുമോ എന്നുള്ള ആ ചിന്ത എന്നെ തിരികെ പോരുന്നതിൽ നിന്ന് വിലക്കി. ആ സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം, അവിടെയുള്ള ഒരു അറബി, അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ എൻ്റെ ഒരു കസിൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ കസിൻ ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് ഉടനെ നാട്ടിൽ പോകണം, എൻ്റെ ഫാമിലിയിൽ നിന്ന് വളരെ പ്രഷറുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ അയാളോട് എൻ്റെ കസിനോട് പറഞ്ഞു, ഞങ്ങളെക്കാൾ കൂടുതൽ ജീവൻ നിനക്കുണ്ടോ? നിനക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നീ പൊക്കോളൂ. അതെൻ്റെ ഹൃദയത്തിൽ ശരിയായ രീതിയിൽ ക്രിയ ചെയ്തു. അതായത് എത്രയോ ലക്ഷം അറബികൾ അവിടെ ആ നാട്ടിലുണ്ട്. അവർ നാട് വിട്ടെങ്ങും പോകുന്നില്ല.
അപ്പോൾ ഞാനും തീരുമാനിച്ചു, ഇല്ല, ഞാനും പോകുന്നില്ല. എന്നെ പോറ്റി പുലർത്തിയ ആ നാടിനോട് ക്രൂർ പുലർത്തിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കുവാൻ ഞാൻ തീരുമാനിച്ചു. ദൈവകൃപയാൽ യാതൊരു അനർത്ഥവും ഉണ്ടാകാതെ വണ്ണം യുദ്ധം കഴിഞ്ഞുപോയി. അത് പ്രത്യേകമായ ഒരു അനുഭവമാകുന്നു എൻ്റെ ജീവിതത്തിൽ. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, 1979 ഞാൻ ബഹ്റിനിൽ കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ കൂട്ടായ്മയായിരിക്കുന്ന ബഹ്റിൻ മാർത്തോമ ചർച്ച് അതന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് NEC എന്നുള്ള ഒരു ദേവാലയത്തിലായിരുന്നു. NEC എന്ന് പറയുന്ന ദേവാലയം ഏകദേശം 42 കോൺഗ്രിഗേഷനിൽ വർഷിപ്പ് ചെയ്യുന്ന ഒരു ആലയമാകുന്നു. അവിടെ സമയബന്ധിതമായിട്ടാകുന്നു അവിടെ ആരാധന നടന്നുകൊണ്ടിരുന്നത്. മാർത്തോമ ഇടവയ്ക്ക് വേണ്ടി അവർ ടൈം സ്ലോട്ട് അനുവദിച്ചു വന്നിരുന്നത് രാവിലെ 7 മുതൽ 9 മണി വരെയാകുന്നു. സാധാരണഗതിയിൽ ഇന്ത്യയിൽ നിന്ന് വിഭിന്നമായി ആ നാളുകളിലൊക്കെ വെള്ളിയാഴ്ചകളാവുന്നു ആരാധന നടന്നുകൊണ്ടിരുന്നത്. വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ 9 മണി വരെ ആരാധനയിൽ പങ്കെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. 9 മണിയാകുമ്പോൾ ദേവാലയം ഒഴിഞ്ഞു കൊടുക്കണം. അതിനുള്ളിൽ തന്നെ ഈ ഞങ്ങളുടെ ആരാധന പൂർത്തീകരിക്കണം. അവിടെ വിശ്വാസികൾ, പ്രത്യേകിച്ച് തൊഴിൽ ചെയ്യുന്നവർ, വളരെ വിശ്വാസത്തോടു കൂടെ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിലേക്ക് കടന്നു വരിക പതിവായിരുന്നു. എനിക്ക് അന്ന് ജോലി സംബന്ധമായ പ്രഷർ ഒരുപാട് ഉണ്ടായിരുന്നു. സാധാരണ സമയത്തിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടതായ അവസരങ്ങളായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. എങ്കിൽ പോലും ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലണമെന്നുള്ള അമിതമായ വാഞ്ച എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ജോലിക്ക് പോകണമെങ്കിൽ തന്നെ അതൊക്കെ മാറ്റിവെച്ചിട്ട് ഞാൻ ദേവാലയത്തിലേക്ക് കടന്നു പോകുമായിരുന്നു. അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാവുന്നു, ഇങ്ങനെ പോയാൽ മാത്രം പോരാ, ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് അവൻ്റെ വേല കഴിയുന്നത്ര ചെയ്യുവാനായിട്ട് സാധിക്കണമെന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഉറക്കുകയും ഞാൻ കൂടുതൽ പ്രവർത്തനത്തിലേക്ക് കടക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുത്തെ ഇടവകയുടെ സംഘടനകൾ, ആത്മീയ കൂട്ടായ്മയായിരിക്കുന്ന ഇടവക മിഷൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ വ്യാപൃതനായി. അവിടെ ഇടവക മിഷൻ്റെ പ്രവർത്തനത്തിലോ കൂട്ടായ്മയ്ക്കൊക്കെ പോകുന്നത് ജോലി കഴിഞ്ഞ് വൈകുന്നേരം വരുന്നതിന് ശേഷമാകുന്നു. 7 മണിയൊക്കെ കഴിഞ്ഞാണ് അവിടെ കൂട്ടായ്മ നടത്തുന്നത്. സാധാരണ ഞങ്ങൾ ചെയ്യുന്ന കൂട്ടായ്മ ഭവനങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുതിർന്നവരുടെയും രോഗികളായിരിക്കുന്നവരെയും മറ്റ് പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരെയും ഒക്കെ സന്ദർശിക്കുക പതിവായിരുന്നു. അങ്ങനെ എല്ലാ ഭവനങ്ങളും സന്ദർശിക്കുമായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കൂട്ടായ്മ എൻ്റെ ആത്മീയ ജീവിതത്തിന് ഉത്തേജനം നൽകുകയുണ്ടായി. കൂടാതെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ പരീക്ഷയൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ ആ സമയത്ത് ആ ഭവനത്തിൽ കടന്നു ചെന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചിട്ട ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിലും ഞാൻ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. ഇതൊക്കെയും എൻ്റെ ജീവിതത്തിൽ ആത്മീയ വർധനയ്ക്ക് ഉതകുന്ന രീതിയിലായിരുന്നു. എൻ്റെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നാകുന്നു ഞാൻ ഗൾഫിലേക്ക് കടന്നുപോയത്. അവിടെ ചെന്ന് എൻ്റെ ജീവിതത്തിന് ആവശ്യമായൊക്കെയും ദൈവം കാലാകാലങ്ങളിൽ ചെയ്തു തന്നു. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അങ്ങനെ പ്രസംഗത്തിലല്ല ഞാൻ വിശ്വസിക്കുന്നത്, പ്രവർത്തനത്തിലാവുന്നു. ആ കാലഘട്ടം മുതൽ എന്നാൽ കഴിയുന്നത് പ്രവർത്തനത്തിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുവാൻ ഞാൻ ശ്രമിച്ചു പോകുന്നു. എൻ്റെ ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും. 1979 കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള കാലഘട്ടമല്ല. ജോലി കിട്ടാൻ വളരെ പ്രയാസമുള്ള കാലഘട്ടം. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിപ്പാനായിട്ട് സാധ്യമല്ല. പ്രത്യേകിച്ച് പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ആ ജോലി വിട്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ ഒറിജിനൽ സ്പോൺസറുടെ നോ ഒബ്ജക്ഷൻ വേണം. ഇന്ന് അങ്ങനെയല്ല. 2 വർഷം ജോലി ചെയ്തതിന് ശേഷം വേറെ ഏത് കമ്പനിയിലേക്ക് കടന്നു പോകുന്നതിന് പ്രയാസമില്ല. അന്നത്തെ കാലത്ത് ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയിലാകുന്നു. ഏകദേശം 28 വർഷക്കാലം ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്തു. ദൈവകൃപയാൽ വിശ്വസ്തയോടുകൂടിയാണ് ജോലി ചെയ്തത്. അവരെന്നെ ഒരു കാരണവശാലും ആ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടുകയില്ലായിരുന്നു. കൂടാതെ എനിക്ക് ബാധ്യതയുണ്ടത്. എൻ്റെ ബന്ധുമിത്രാദികളൊക്കെ പലരെയും ഞാൻ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാരണങ്ങളാൽ എനിക്ക് ആ ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പോകാനായിട്ട് സാധിച്ചില്ല.
കണിശമായിട്ടും ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പോയെങ്കിൽ മാത്രമേ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. എന്നാൽ 26 വർഷത്തിൻ്റെ സേവനത്തിന് ശേഷം ആ കമ്പനിയിൽ തന്നെ ചില പ്രശ്നങ്ങൾ, അവരുടെ കുടുംബപരമായ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ആ ബിസിനസ് വളരെ തകർന്നു പോവുകയും എനിക്ക് ജോലി ചെയ്യാനുണ്ടായിരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായില്ല. വളരെ പ്രയാസത്തോടു കൂടിയാണ് അന്ന് ഞാൻ കഴിഞ്ഞത്. കാരണം എൻ്റെ ഫാമിലി നല്ല നിലയിലൊന്നും ആയിട്ടില്ല. ഒരു ജോലി ഇല്ലാതെ മുമ്പോട്ട് പോകുന്ന കാര്യം പ്രയാസമാണ്. ആ കമ്പനിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് യാതൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. പല ജോലികളും അന്വേഷിച്ചു. ചെല്ലുന്നിടത്തൊന്നും നാം ഉദ്ദേശിക്കുന്ന സാലറി ലഭിക്കുകയോ നല്ല സേവനം ലഭിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. എന്നാൽ കൃത്യമായി ദൈവസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ആവശ്യത്തെ താഴ്ച സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ 26 വർഷത്തെ ജോലിക്ക് ശേഷം വേറൊരു കമ്പനിയിൽ എനിക്ക് പോകുവാനും അവിടെ എനിക്ക് ദൈവം വാതിൽ തുറന്നു വന്നു. അതിനുശേഷം ആ കമ്പനിയിൽ ഏകദേശം 9 വർഷക്കാലം ജോലി ചെയ്യുവാനുള്ള അവസരം തന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കുവാനായിട്ട് സാധിച്ചത്, എൻ്റെ കുടുംബത്തെ പൂറ്റിപ്പുലർത്തുവാനായിട്ട് സാഹചര്യമുണ്ടായത്. അതൊക്കെയും ദൈവത്തിൻ്റെ കൃപയാവുന്നു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ദൈവം അവിടുന്ന് പ്രവർത്തിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തിരികെ നാട്ടിലേക്ക് കടന്നു പോകേണ്ടി വരുമായിരുന്നു. എന്നാൽ ദൈവം തക്ക സമയത്ത് അവിടെ എനിക്ക് വാതിലുകളെ തുറന്നു തന്നു, ജോലി ചെയ്യുവാൻ അവസരം തന്നു. പിന്നെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാവുന്നു ഞാൻ 2014 തിരികെ നാട്ടിലേക്ക് കടന്നു വരുന്നത്. വീട്ടിലെ സാഹചര്യം മൂലം ഞാൻ കടന്നു വരികയായിരുന്നു. അപ്പോഴും ആ കമ്പനിക്കാർ എന്നെ വിടാൻ ഒരിക്കലും താല്പര്യപ്പെട്ടിരുന്നില്ല. എന്നാൽ എനിക്ക് അവിടെ ജോലി ചെയ്യുവാനുള്ള സാഹചര്യം ദൈവം ഒരുക്കി തന്നു. അത് എൻ്റെ ഒരു സാക്ഷ്യമാകുന്നു. ഞാൻ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. എൻ്റെ പ്രാഥമിക പഠനത്തിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, മറുനാട്ടിലേക്ക്, ഗുജറാത്ത് എന്ന സ്ഥലത്തേക്ക് ഞാൻ കടന്നുപോയി. അന്നത്തെ കാലഘട്ടത്തിൽ വലിയ ജോലിയൊക്കെ ലഭിക്കുക എന്നുള്ളതൊക്കെ പ്രയാസമായിരുന്നു. എന്നാൽ അപ്പോഴും എൻ്റെ ജീവിതത്തിലൊരു വാഞ്ചയുണ്ടായിരുന്നു, ജീവിതത്തിൽ മുന്നേറണം. അതിന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയവും പഠിക്കുവാനായിട്ടുള്ള അവസരം ഞാൻ ഉപയോഗിച്ചു. അവിടെ എൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിന് തുടർച്ച അവിടെ ഉണ്ടായി. ആയതിനു ശേഷമാകുന്നു അന്നത്തെ ട്രെൻഡ് അനുസരിച്ച് ഗൾഫിലേക്ക് കടന്നു പോവുക എന്നുള്ളത്. അന്ന് ഗൾഫിൽ കടന്നു പോവുക എന്നുള്ളത് സാധ്യമായ ഒരു കാര്യമല്ല. ആരെങ്കിലും സഹായത്തിനില്ലെങ്കിൽ പോകുന്ന കാര്യം വളരെ പ്രയാസമാകും. അന്ന് ദൈവ നടത്തിപ്പിന് വിധേയമായി എന്നെ സഹായിക്കുവാൻ ഒരാൾ കടന്നു വന്നു. എനിക്ക് അവിടുന്ന് ഒരു വീസ അയച്ചു തന്ന് ഞാൻ അങ്ങനെയാണ് ഗൾഫിലേക്ക് കടന്നു പോകുന്നത്. ഗൾഫിൽ ചെന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ നല്ല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എൻ്റെ കുടുംബത്തെ പോറ്റി പുലർത്തുവാൻ, എൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ, എൻ്റെ സഹോദരങ്ങളെ സംരക്ഷിക്കുവാൻ, എൻ്റെ സഹോദരികളെ വിവാഹം ചെയ്തയക്കുവാൻ ഒക്കെ സാധ്യമായത് ഞാൻ ഗൾഫ് ജീവിതം ആരംഭിച്ചതിന് ശേഷമാകുന്നു. ഒരുപാട് ബാധ്യതകൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതൊക്കെ നിറവേറ്റുവാൻ സാധ്യമായത് എൻ്റെ ഗൾഫ് ജീവിതം കൊണ്ടാവുന്നു. അവിടെ നിന്ന് ഞാൻ നേടിയതുകൊണ്ടാവുന്നു ഇതൊക്കെയും സാധ്യമായത്. എന്നാൽ ഈ സമയത്തൊക്കെയും ദൈവകൃപ വ്യാപരിച്ചു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നനച്ചിരിക്കാത്ത സമയത്ത് അടയപ്പെട്ട വാതിലുകൾ തുറന്നു വന്നിട്ടുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച് ഇരിക്കുന്ന സമയങ്ങളൊക്കെയും ദൈവം അതിശയമായി വാതിലുകളെ തുറന്ന് എനിക്ക് മുന്നോട്ട് ഗമിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ദൈവം എനിക്ക് ദോഷമായിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല, നല്ലതല്ലാതെ യാതൊന്നും ചെയ്തിട്ടില്ല. ഈ നിമിഷം വരെയും ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം ദൈവം നൽകി തന്നു. അനുഗ്രഹീതമായ കുടുംബജീവിതം നൽകി തന്നു. കുഞ്ഞുങ്ങളെ ദാനമായി നൽകി. അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ രുചിച്ചറിഞ്ഞു. ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേര് വിദേശത്താവുന്നു. അവർ കുടുംബമായി ജീവിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇപ്പോഴും നല്ല സ്നേഹബന്ധത്തിൽ ഐകമത്യത്തോടുകൂടി എനിക്ക് എൻ്റെ കുടുംബജീവൻ നയിപ്പാൻ സാധിക്കുന്നത് ദൈവകൃപ ഒന്ന് മാത്രമാവുന്നു എന്ന് ഞാൻ സാക്ഷ്യപ്പെടുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഈ കാലഘട്ടങ്ങളൊക്കെയും ദൈവത്തിൻ്റെ അമിതമായ ആ ദൈവകൃപ അനുഭവിച്ചറിഞ്ഞു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ ദൈവത്തിൽ ആശ്രയിച്ചുറഞ്ഞു ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം അതിനെന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.